വേദനയായി ഷൈൻ ടോമിന്റെ അച്ഛൻ ചാക്കോയുടെ വിയോഗം. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. നടൻ ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ ചാക്കോയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ഇന്ന് സേലത്ത് വെച്ചുണ്ടായ അപകടത്തിലാണ് ഷൈനിന്റെ പിതാവ് മരിച്ചത്. കുടുംബത്തോടൊപ്പം ബാംഗ്ലൂരിലേക്ക് പോകവെയായിരുന്നു അപകടം. ഷൈനിനും അമ്മയ്ക്കും അനിയനും അപകടത്തിൽ പരിക്കേറ്റു. ഷൈൻ ടോമിന് തോളെല്ലിനാണ് പരിക്കേറ്റത്. തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ വെച്ച് ദിശമാറി എത്തിയ ലോറി കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ധർമ്മപുരി ആശുപത്രിയിലാണ് ഷൈനിന്റെ പിതാവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. ഇവർ സഞ്ചരിച്ച കാർ ലോറിക്ക് പിറകിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടം നടന്നയുടനെ തന്നെ പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. അതേസമയം വാഹനാപകടത്തിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിനു മുമ്പ് തന്നെ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് മരിച്ചിരുന്നുവെന്ന് ഡ്രൈവർ. ലോറി ട്രാക്കു മാറിയതുകൊണ്ടാണ് പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടത്. അപ്പോൾ അതുവഴി പോയ ഒരു മലയാളിയുടെ കാറിലാണ് അച്ഛൻ ആശുപത്രിയിൽ എത്തിച്ചതെന്നും ഡ്രൈവർ ഒരു മാധ്യമത്തോട് പറഞ്ഞു. ആശുപത്രിയിൽ എത്തിക്കുന്നതിനു മുമ്പേ തന്നെ ഡാഡി ഞങ്ങളെ വിട്ടുപോയി. ഡ്രൈവർ സീറ്റിന് പുറകിലായിരുന്നു ഡാഡി. ഷൈൻ ചേട്ടൻ ഏറ്റവും പുറകിലാണ് ഇരുന്നത്. ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ ഡാഡിയെ വിളിക്കുമ്പോൾ ചെറിയ പ്രതികരണങ്ങളുണ്ടായിരുന്നു. ആശുപത്രിയിൽ എത്താറായപ്പോൾ പിന്നെ മിണ്ടാതായി. അതോടെ ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം പോയി, ഡ്രൈവർ പറഞ്ഞു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് ഇവർ യാത്ര തിരിച്ചത്. പുലർച്ചെ 6 മണിയോടെ സേലത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ഷൈനിന്റെ തുടർ ചികിത്സയ്ക്കായുള്ള യാത്രക്കിടയിലാണ് അപകടമുണ്ടായത്. നേരത്തെ തൊടുപുഴയിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിലെ ചികിത്സയ്ക്ക് ശേഷം ഷൈൻ ചില ഷൂട്ടിങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. ഇതിനുശേഷമാണ് ബാംഗ്ലൂരിലേക്ക് ചികിത്സയ്ക്ക് പോയത്. ധർമ്മപുരി സർക്കാർ മെഡിക്കൽ കോളേജിലാണ് ഷൈൻ ചികിത്സ തേടിയത്. പിതാവ് ചാക്കോയുടെ മൃതദേഹവും ഇതേ ആശുപത്രിയിലാണ് സൂക്ഷിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും. വിദേശത്തുള്ള പെൺമക്കൾ കൂടി എത്തിയ ശേഷമാകും സംസ്കാരമെന്നാണ് വിവരം.